ഹായ്, നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണങ്ങൾ പലതാവാം. പക്ഷെ ഇത് മറികടക്കാനുള്ള 3 ഷിപ്പുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. കപ്പലല്ല, നമ്മൾ പറയാൻ പോകുന്ന ഷിപ്പ്. ഒന്നാമത്തെ സ്പോൺസർഷിപ്പാണ്. കുട്ടികൾ പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ഒരു തടസ്സം ചിലപ്പോൾ നമ്മുടെ ഫീസ് സ്ട്രക്ചർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെയർ ചെയ്യാൻ പറ്റില്ല. താങ്ങാവുന്നതിലും അധികമോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിന് ശേഷി ഉണ്ടാവില്ല. സോ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇവരെ സ്പോൺസർ ചെയ്യാനുള്ള ആളുകളെ ഇഷ്ടം പോലെ കണ്ടെത്താൻ പറ്റും. സ്പോൺസർഷിപ്പിലൂടെ കുട്ടികൾക്കൊരു സഹായമാണ്, നമുക്കത് അഡ്മിഷനാണ്. രണ്ടാമത്തെ ഷിപ്പ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പാണ്. അർഹിക്കുന്ന കുട്ടികൾക്ക്, നല്ല ടാലൻറ്റഡ് ആയ കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് എക്സാമുകൾ നടത്തിയിട്ടോ അല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം, ഫീ വെയ്വർ ഓഫർ ചെയ്യാം. അർഹതയില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്. അർഹതയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്കോളർഷിപ്പ് കൊടുക്കുക വഴി നല്ല കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും നമ്മുടെ റിസൾട്ട് നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാനും അത് സഹായിക്കും. മൂന്നാമത്തെ